Hi dears, welcome back to our physics class. We are discussing with our 6th unit sound. We have discussed many topics related to sound. In the last class we have discussed with the relation between frequency, amplitude and loudness. That is, when the frequency of sound increases, the loudness or the amplitude of the sound increases and the loudness also increases. Today we are going to take the topic propagation of sound. Propagation means എന്താണ്? സ്പ്രെഡിങ് അല്ലേ? സൗണ്ട് എങ്ങനെ വ്യാപിക്കുന്നു, അതായത് ഒരു സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിനെ എങ്ങനെയാണ് നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചെവികളിലേക്ക് എത്തുന്നത് എന്നാണ്. അതായത് ഇവിടെ കണ്ടോ, ഇതെന്താണ്? ഒരു ആസ്ട്രോണേഴ്സ് അല്ലേ, അതായത് അവർ റേഡിയോസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. എന്തുകൊണ്ടാണ് അവിടെ റേഡിയോസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അവർക്ക് വല്ല വിസിലും യൂസ് ചെയ്തിട്ട് തമ്മിൽ സംസാരിച്ചാൽ പോരെ, അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ കൊടുക്കാണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ പോരെ. സാധാരണ ആസ്ട്രോണേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയോസാണ് യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ റീസൺ നമ്മളിനി എന്താണെന്ന് പറയൂ. ഓക്കെ, അതിനായിട്ട് ഇവിടെ ഒരു ആക്ടിവിറ്റി നോക്കൂ. അതായത് ഒരു ഫ്ലാസ്ക് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം നിറക്കുക. എന്നിട്ട് ഇതുപോലെ അതിനെ ക്ലോസ് ചെയ്യുക, അതിൻ്റെ വായ്ഭാഗം ക്ലോസ് ചെയ്തിട്ട് ഒരു ബെല്ല് ടൈ ചെയ്തിട്ട് ഇടുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഷേക്ക് ദ ഫ്ലാസ്ക്. ഈ ഫ്ലാസ്കിനെ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്താണ്? നമുക്ക് സൗണ്ട് കേൾക്കാൻ കഴിയും അല്ലേ? ഇതെന്താണ് ഈ കാണിച്ചിട്ടുള്ളത്? യെസ്, ഇതിനകത്തുള്ള എയർ മോളിക്യൂൾസിനെ കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വാട്ടർ നിറച്ചിട്ടുള്ള ഒരു ഫ്ലാസ്കിനകത്ത് നമ്മളൊരു ബെല്ല് കെട്ടി തൂക്കിയിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലാസ്കിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്തിട്ട് ഇതിലുള്ള മൊത്തം എയറിനെയും നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഈ ഫ്ലാസ്കിനകത്ത് സ്റ്റീം, ആവി തിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഷെയ്ക്ക് ചെയ്യുന്നു. ഈ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ പുറത്ത് കൂടെ കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ചെയ്ത അത്ര തന്നെ സൗണ്ട് നമ്മൾക്ക് കേൾക്കാൻ കഴിയില്ല. ഇനി അതായത് ഫസ്റ്റ് കേസിലിവിടെ ഒരുപാട് എയർ മോളിക്യൂൾസ് ഉണ്ടായിരുന്നു അല്ലേ? സെക്കൻഡ് കേസിൽ നമ്മൾ ആ എയർ മോളിക്യൂൾസിനെ റിമൂവ് ചെയ്തു. അതായത് സെക്കൻഡ് കേസിൽ ബോയിൽ ചെയ്ത സമയത്ത് എയറിൻ്റെ ക്വാണ്ടിറ്റി ആ ഫ്ലാസ്കിനകത്ത് കുറഞ്ഞു പോയി അല്ലേ? ഇനി നമ്മൾ ഈ ഫ്ലാസ്കിനകത്ത് എയർ മോളിക്യൂൾസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീരെ സൗണ്ട് തന്നെ കേൾക്കാൻ കഴിയില്ല. അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? അതായത് loudness of the sound heard is reduced because the quantity of air inside the flask is reduced. അപ്പോൾ നമുക്ക് ഈ സൗണ്ടിൻ്റെ ലൗഡ്നെസ് കേൾക്കുന്നത് കുറയാൻ കാരണം എന്താണ്? ആ ഫ്ലാസ്കിനകത്തുള്ള എയറിൻ്റെ പാർട്ടിക്കിൾസ്, എയർ മോളിക്യൂൾസിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞതാണ് അല്ലേ? അപ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്? നമുക്ക് സൗണ്ട് നന്നായിട്ട് കേൾക്കണമെങ്കിൽ എയർ മോളിക്യൂൾസ് അല്ലെങ്കിൽ എയറിൻ്റെ പ്രസൻസ് നന്നായിട്ട് വേണം എന്നതാണ് മീനിങ് അല്ലേ? ഈ എയറിനെ നമ്മളൊരു മീഡിയം ഓഫ് സൗണ്ട് എന്നാണ് പറയുക. ഓക്കെ, അതായത് എ മീഡിയം ഈസ് നെസസറി ഫോർ ദി പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. അപ്പോൾ സൗണ്ട് വ്യാപിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം അവിടെ വേണം. ഓക്കെ, ഈ ഫ്ലാസ്കിനകത്ത് മീഡിയം എന്ന് പറയുന്നത് എന്താണ്? എയർ ആണ്. ഓക്കെ, അപ്പോൾ എയർ ഈസ് എ മീഡിയം ഫോർ ദി പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. സോ നമുക്ക് എന്ത് പറയാം? എ മീഡിയം ഈസ് നെസസറി ഫോർ സൗണ്ട് ടു ട്രാവൽ. സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്താണ്? ഒരു മീഡിയത്തിൻ്റെ ആവശ്യം ഉണ്ട്. എയർ ഈസ് എ മീഡിയം. ഓക്കെ, ഇനി എയർ മാത്രമാണോ മീഡിയം ആയിട്ട് വരുന്നത്? എയറിനെ പോലെ തന്നെ സോളിഡ് സബ്സ്റ്റൻസിലൂടെയും ഈ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും എന്നതിന് എക്സാമ്പിളാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസ്ട്രോണേഴ്സ് റേഡിയോ ഡിവൈസുകളാണ് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വിസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും അവർ യൂസ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണെന്ന് ഇപ്പം മനസ്സിലായോ? എന്താണ്?
സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എയർ ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ ഈ വിസിലൂടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അവിടെ എയർ ഇല്ല അല്ലേ. എയർ എന്ന മീഡിയം ഇല്ല. അപ്പോൾ അതിലൂടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടെ ഒരാളുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് പറയാൻ കഴിയില്ല. കാരണം അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല, എയർ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് അവർ റേഡിയോ വേവ്സ് അതിന് റേഡിയോസ് യൂസ് ചെയ്യുന്നതും റേഡിയോ വേവ്സിൻ്റെ പ്രൊപ്പഗേഷൻ കൊണ്ട് അവിടെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നതും. ഇപ്പോൾ എയർ ഈസ് ദ മീഡിയം ടു പ്രൊപ്പഗേറ്റ് സൗണ്ട് അല്ലേ. സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എയർ ഒരു മീഡിയം ആണെന്ന് പറഞ്ഞു. എയറിനെ പോലെ തന്നെ സോളിഡ് സബ്സ്റ്റൻസിലൂടെയും സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയും എന്നതിനൊരു ആക്ടിവിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ബെഞ്ചിൽ നിങ്ങൾ തല വെച്ച് കിടക്കുക, ഒരു ചെവി വെച്ച് കിടക്കുക. അതിൻ്റെ അനദർ എൻഡിൽ നിങ്ങളെ ഫ്രണ്ടിൻ്റെ അടുത്ത് നെയിൽ യൂസ് ചെയ്തിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്യാൻ പറയാം. ഓക്കെ, അങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ചെവിയിൽ സൗണ്ട് കേൾക്കുമല്ലോ. നിങ്ങളൊക്കെ ചെറുതാവുമ്പോഴും ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ സൗണ്ട് കേൾക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ബെഞ്ചിലൂടെയാണ് ഈ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോളിഡ് സബ്സ്റ്റൻസിലൂടെയും സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായോ? അതുപോലെ ബക്കറ്റിൽ ഒരു സ്റ്റീലിൻ്റെ വെസൽ കമഴ്ത്തി വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. സ്പൂണായിട്ട് ടാപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ പുറത്ത് വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വാട്ടറിനകത്ത് ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് ചെറുതായിട്ടേ കേൾക്കുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് എന്ത് പറയാം? യെസ്, സൗണ്ട് ക്യാൻ പ്രൊപ്പഗേറ്റ് നോട്ട് ഓൺലി ത്രൂ എയർ ബട്ട് ഓൾസോ ത്രൂ അതർ മെറ്റീരിയൽസ്. ഓക്കെ, എയറിലൂടെ മാത്രമല്ല സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വ്യാപിക്കുന്നത്, അതർ മെറ്റീരിയൽസ്, അതായത് ഇപ്പോൾ നമ്മൾ ബെഞ്ചിൻ്റെ കേസൊക്കെ പറഞ്ഞില്ലേ, സോളിഡ് ആയിട്ടുള്ള അതിലൂടെയും സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പം നമുക്കറിയാം ഒരു സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഓർഗാനാണ് നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്? യെസ്, നമ്മുടെ ഇയേഴ്സ് ആണ് അല്ലേ, ചെവികളാണ്. അപ്പം നമ്മുടെ ഇയേഴ്സിന് വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളെ ഹിയറിങ്ങിന് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. നമുക്ക് കേൾക്കുന്നതിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ, ചിലർക്ക് നന്നായിട്ട് നമ്മൾ പറയുന്നത് കേൾക്കും, ചിലർക്ക് അത്ര തന്നെ കേൾക്കില്ല. അതായത് ഏകദേശം പ്രായമായി കഴിഞ്ഞാലൊന്നും ചെവിൻ്റെ ഹിയറിങ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും അല്ലേ. അപ്പം ഇങ്ങനെ നമ്മുടെ ഹിയറിന് വല്ല ഡാമേജ് വന്നാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും? യെസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലേ, നമ്മൾ സംസാരിക്കുന്നത് ക്ലിയർ ആവില്ല. നമുക്ക് ഒരിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു തരുന്ന റിപ്ലൈ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുപോലെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. കുറേ ഇങ്ങനെ ചെവി കേൾക്കാതെ ആയിക്കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സ്പീക്ക് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടും. പിന്നെ വൾണറബിലിറ്റി ടു ഡേഞ്ചർ, അവരെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂളിലൊക്കെ ഇങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരോട് ഇത് നമ്മളെയും കൂടെ ഒരു പ്രശ്നമായി വന്നു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുക. അതായത് ഡീൽ വിത്ത് എമ്പതി, ഇൻക്ലൂഡ് ദം യുവർ വർക്ക് ആൻഡ് പ്ലേ. നിങ്ങൾ കളിക്കുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ അവരും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുക. എൻഷുവർ ദെയർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഗീവ് ടു കൺസിഡറേഷൻ ടു ദം ഓൾ പോസിബിൾ ആക്ടിവിറ്റീസ്. അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന പ്രോഗ്രാംസിലൊക്കെ അവർക്ക് എന്ത് ചെയ്യുക, ഒരു ചാൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി എന്നാണ്. അപ്പം നമുക്ക് എല്ലാ സൗണ്ടും നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ നായ്ക്കളൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗാൾട്ടൺ വിസിലിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കില്ല. അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ്, അതായത് ഈ സുനാമി പോലുള്ള എർത്തുകേക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആനിമൽസിനൊക്കെ ചിലപ്പോൾ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. പക്ഷേ ഹ്യൂമൻ ബീയിങ്സിന് അത് തിരിച്ചറിയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ബാറ്റ്സ്, വവ്വാലുകളൊക്കെ മൂവ് ചെയ്യുന്നത് അല്ലേ, അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അത് പോസിബിൾ ആവാതിരിക്കാൻ കാരണം എന്താണ്? നമ്മുടെ സൗണ്ടിൻ്റെ ഓഡിബിലിറ്റി ലിമിറ്റ് കൊണ്ടാണ്. അതായത് 20 ഹെർട്സിന് താഴെയും
20,000 ഹെഡ്സിന് മുകളിലുള്ള സൗണ്ടും നമുക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഒരു ഓഡിബിലിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ബിറ്റ്വീനാണ്. ഓക്കെ, ആൾട്ടൺ വിസിലിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു 30,000 ഹെഡ്സ് ഒക്കെയാണ് വരുന്നത്. അത് 20,000-ന് മുകളിലാണ്, അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഓക്കെ, അതുപോലെ ഈ ബാറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ 20,000 ഹെഡ്സിന് മുകളിലാണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടും അതെ, അവർക്ക് കേൾക്കാൻ കഴിയുന്ന സൗണ്ടും അതെ. അപ്പോൾ എന്താണ്, അവർ ഈ ബാറ്റ്സ് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തെങ്കിലും തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അവർക്ക് തിരിച്ച് കേൾക്കാൻ കഴിയുമല്ലോ. അപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ സൗണ്ടിനനുസരിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവർ ഡാർക്ക്നെസ്സിലും മൂവ് ചെയ്യാനുള്ള കാരണം സൗണ്ട് വെച്ചിട്ടാണ് കേട്ടോ അവർ മൂവ് ചെയ്യുന്നത്. ഇനി sound with a frequency of less than 20 Hz are called infrasonic, and those with a frequency greater than 20 Hz are ultrasonic. അപ്പോൾ 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ടുകൾ നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും 20,000 ഹെഡ്സിന് മുകളിൽ ഫ്രീക്വൻസിയുള്ള സൗണ്ടുകളെ അൾട്രാസോണിക് സൗണ്ടുകൾ എന്ന് പറയുന്നു. ബാറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് വേവ്സ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 ഹെഡ്സിന് മുകളിലാണ് അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. ഓക്കെ, അതുപോലെ ഈ എർത്ത് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇൻഫ്രാസോണിക് വേവ്സ് ആട്ടോ ഉണ്ടാകുന്നത്. ഇൻഫ്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഹെഡ്സിന് താഴെയായിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ 20 ഹെഡ്സിന് താഴെയാണെങ്കിൽ നമുക്ക് കേൾക്കാൻ കഴിയുമോ? ഇല്ല. നമുക്ക് 20 ഹെഡ്സിന് താഴെയുള്ളതും 20,000 ഹെഡ്സിന് മുകളിലുള്ളതും കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്കൊന്നും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്തത്. ഇനി അൾട്രാസോണിക് വേവ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന പർപ്പസ് ഒന്ന് സോണാർ എന്ന് പറയും. അതായത് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. അതായത് അൾട്രാസോണിക് വേവ്സ് ആർ യൂസ്ഡ് ഇൻ ദി ഇൻസ്ട്രുമെൻറ്റ് സോണാർ ടു മെഷർ ദ ഡെപ്ത് ഓഫ് ദി ഓഷ്യൻ. നമ്മുടെ ഈ സമുദ്രങ്ങളുടെ ആഴമൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രാസോണിക് വേവ്സ് ആട്ടോ യൂസ് ചെയ്യുന്നത്. Then ultrasonic waves are also used in medical field for diagnosis and treatment. മെഡിക്കൽ ഫീൽഡിലും ഈ അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സെൽസുകളിലൊക്കെ എന്തെങ്കിലും ഗ്രോത്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള വേവ്സ് അതിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൽ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു വേവ്സ് എങ്ങനെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റും അതുപോലെ എന്താണ് രോഗം എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നോയ്സ് പൊല്യൂഷൻ എന്നൊരു ടോപ്പിക്കാണ്. നോയ്സ് പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശബ്ദ മലിനീകരണമാണ്. അപ്പോൾ ഈ നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ഇൻ എ മാനർ അൺഹെൽത്തി ടു ഹ്യൂമൻ ബീയിങ് ഈസ് നോയ്സ് പൊല്യൂഷൻ. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽറ്റിയാണ് നോയ്സ് പൊല്യൂഷൻ അല്ലേ, അല്ലെങ്കിൽ ശബ്ദ മലിനീകരണം. അതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ നോയ്സ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും വായിച്ചിട്ട് മനസ്സിലാക്കുക കേട്ടോ. We are mainly discussed with the topics propagation of sound. From this topic we have understood that a medium is necessary to propagate sound or to travel sound. Sound propagate not only through air but also other material. Then we have discussed the topic hearing and the audibility limit, that is 20 hertz, between 20 hertz and 20,000 hertz, and below 20 hertz is known as infrasonic sound, and above 20,000 hertz is called ultrasonic sound. And റേസ് പോലെ തന്നെ നമുക്ക് സം സൗണ്ട്സ് ഓഡിബിൾ ആവാനും അതുപോലെ ചില സൗണ്ട്സ് ഓഡിബിൾ അല്ലാതിരിക്കാനും റീസൺ നമ്മൾ ആ ഫ്രീക്വൻസി ലിമിറ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അൾട്രാസോണിക് വേവ്സിൻ്റെ കുറച്ച് യൂസസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ നോയ്സ് പൊല്യൂഷൻ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ടോപ്പിക്കാണ്. നോയ്സ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതോടുകൂടി നമ്മുടെ സൗണ്ട് എന്ന ചാപ്റ്ററോട് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക ആൻഡ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ.